ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ. നമ്മുടെ പീച്ചിങ്ങയും പരിപ്പും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കയ്യിൽ പീച്ചിങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ തയ്യാറാക്കിക്കോളൂ നമ്മുടെ നാടൻ ഒഴിച്ചുകറിയായിട്ടുള്ള പീച്ചിങ്ങയും പരിപ്പും. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു പിടി പരിപ്പെടുത്തിട്ടുണ്ട്, അതായത് 1/2 കപ്പ് നമ്മുടെ മെഷറിംഗ് കപ്പിൽ പറയുകയാണെങ്കിൽ. പിന്നെ ഒരു ചെറിയ പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പരിപ്പ് കഴുകി എടുത്തിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. പരിപ്പിലേക്ക് നമുക്കിനി 3 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇതിലേക്ക് പരിപ്പ് കുക്കായി വരാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കുക. കുറച്ച് വെള്ളം കൂടിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കുക്കാവാൻ വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇതാ നമ്മുടെ പരിപ്പ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങയും തക്കാളിയും, പിന്നെ നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്തിരുന്നില്ല, ആവശ്യത്തിന് ഉപ്പും വളരെ ചെറിയ അളവിൽ മുളക് പൊടിയും, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ അളവിൽ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 1 വിസിൽ വരുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. 1/2 കപ്പ് തേങ്ങ വെറുതെ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. തേങ്ങയിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട, തേങ്ങ മാത്രം അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയും പീച്ചിങ്ങയും പരിപ്പും എല്ലാം കൂടി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരപ്പ് ചേർക്കാം. ഇത് ഒരുപാട് തിക്കായിട്ടുള്ള കറിയല്ല കേട്ടോ, നന്നായിട്ട് ലൂസായിട്ടിരിക്കുന്ന കറിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വെള്ളത്തോടു കൂടിയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അരപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. തിളക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടായി വരാനേ പാടുള്ളൂ. പിന്നെ ഇത് ഇരിക്കും തോറും കുറുകി വരും. എന്താണെന്ന് വെച്ചാൽ പരിപ്പല്ലേ, പരിപ്പായതുകൊണ്ട് തന്നെ വേഗം കുറുകി വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കറി ഒന്ന് ചെറുതായിട്ട് ആവി വരട്ടെ, തിളച്ചു പോകരുത്, അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കറി അടുത്ത ബർണറിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ വേറൊരു പാൻ വെക്കുകയാണ് വറവിടാനായിട്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ചേർക്കുക. 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ രണ്ട് കറിവേപ്പിലയും 4-5 വറ്റൽമുളകും ചേർക്കുക. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറവ് റെഡിയായിട്ട് കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പീച്ചിങ്ങ കറി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഏത് സ്റ്റേജിലാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 1 മണിക്കൂർ കഴിയുമ്പോൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിലുള്ള ഒരു കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നുപോയില്ലല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.